ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ? 3 ദിവസത്തേക്കുള്ള ട്രിപ്പാണ് കേട്ടോ പോകാൻ പോകുന്നത്. അതായത് ഭരണങ്ങാനം, പട്ടുമല, തേനി, വേളാങ്കണ്ണി, പഴനി അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ദിവസത്തെയായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ വീട്ടിലോട്ട് വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അപ്പയും അമ്മയും എൻ്റെ സെക്കൻഡ് ബ്രദറും പിന്നെ ഹസ്ബൻഡും, ഞങ്ങൾ 5 പേരാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. പിന്നെ രാവിലെ തന്നെ എണീറ്റു. അമ്മ 4 മണിയൊക്കെ ആയപ്പോൾ അമ്മ എണീറ്റു. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. ഞാൻ എണീറ്റ് വരുമ്പോൾ അമ്മ പിന്നെ പൊതിച്ചോറ് വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇലയൊക്കെ വാട്ടി കറിയൊക്കെ എല്ലാം സെറ്റാക്കി അതെല്ലാം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എണീറ്റ് വന്നത്. എന്നാത്തെങ്കിൽ അതെന്നോർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അമ്മക്ക് ഇതെങ്ങനെ പൊതിയാനായിട്ട് വലിയ വശമൊന്നുമില്ല, എന്നാലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അമ്മ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ വെളുപ്പിനെ എണീറ്റിട്ടുണ്ട് അമ്മ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ് പുറപ്പെടുന്നത് 8 മണിക്കാണ്. അപ്പോൾ അതിനു മുമ്പെങ്കിലും നമ്മളവിടെ ചെല്ലണം. വേറൊരു സ്ഥലത്താണ് ബസ് പാർക്ക് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ഈ ഭക്ഷണം ഉച്ചക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. അത് പട്ടുമലയിൽ ചെന്നിട്ടാണ് കഴിക്കണേ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉച്ചയാവും. രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം നമ്മൾ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾ തരും കേട്ടോ. പിന്നെ കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാര നടന്ന് കുറേ സമയമൊക്കെ കളഞ്ഞ് ഫ്രഷായിട്ട് റെഡിയാവാൻ കയറിയതാണ് കേട്ടോ. ഒന്നിനും സമയം ഉണ്ടായില്ല. തരാപ്പാര നടന്ന് കുറേ സമയം കളഞ്ഞുകൊണ്ട് എനിക്കൊന്നിനും സമയം ഉണ്ടായില്ല. വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ എല്ലാം എന്ന് പറയുന്ന പോലെയായിരുന്നു ഞാൻ എല്ലാം റെഡിയായത്. ബാക്കിയുള്ളവരെല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ട് എല്ലാവരും എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ റെഡിയാവും, നീ ഇത്ര നേരം സമയം കളഞ്ഞ് വെറുതെ പറഞ്ഞാൽ എല്ലാവരും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കണക്കിന് ഞാൻ റെഡിയായി എടുത്തും പിടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ സമയമായിട്ടുണ്ടായി. സമയമൊന്നും പോയിട്ടുണ്ടായില്ല, എന്നാലും കുറേ സമയം വെറുതെ വേസ്റ്റായല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. അപ്പം ഞാൻ വെയർ ചെയ്തത് ഒരു ജീൻസും ടോപ്പുമാണ്. പിന്നെ എന്തൊക്കെയോ കാണിച്ചൊക്കെ കൂട്ടി. മേക്കപ്പ് ആണെങ്കിൽ ഹെയറൊന്നും ഞാൻ ഇങ്ങനെ കെട്ടാനല്ല ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാവരും റെഡിയായി. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കിടക്കുന്നിടത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോക്ക് പോകണം. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് ഞാനും അമ്മയും ചേട്ടനും കൂടെ ആ ഓട്ടോയിലാണ് പോയത്. പുറകിൽ അപ്പയും സെക്കൻഡ് ബ്രദറും കൂടി വേറെ ഓട്ടോക്കാണ് വരുന്നത്. അപ്പോൾ ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ കയറാൻ പറ്റില്ല ഒരു ഓട്ടോയിൽ. അങ്ങനെ അവിടെ എത്തി ഞാൻ എൻ്റെ സീറ്റ് പിടിച്ചു. ടൂറിസ്റ്റ് ബസ് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷിക്കുക. കാരണം വേറൊന്നുമല്ല, വർഷത്തിലൊരിക്കലോ 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ട്രിപ്പ് പോകാറുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാണുമ്പോൾ തന്നെ ഇങ്ങനെ പോകുമെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഇതിപ്പോൾ ഞാൻ 1 മാസം മുൻപേ അറിഞ്ഞതാണ് ഇങ്ങനെ പോണ കാര്യം. അപ്പോൾ ദിവസങ്ങൾ എണ്ണി ഇങ്ങനെ ഇരിക്കണമായിരുന്നു. അവിടെ പോലോ ഇവിടെ പോലോ എന്നിങ്ങനെ കരുതി ആ ദിവസം അടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ട്രിപ്പ് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഭരണങ്ങാനത്തോട്ടാണ് പോകുന്നത് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോഴത്തേക്കും പാലം എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീക്കൽ അങ്ങനെ പതിവില്ലല്ലോ, ശീലമില്ലാത്ത കാര്യമായതുകൊണ്ട് രാവിലെ എണീറ്റുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തത് ഞാൻ പറഞ്ഞില്ല, തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ സമയമൊക്കെ കളഞ്ഞുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നിനും സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഭരണങ്ങാനം എത്താനായി. ഞാനൊരു ഉറക്കവും കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴത്തേക്കും പാലെത്തി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഭരണങ്ങാനം എത്താമല്ലോ, ചായ കുടിക്കാമല്ലോ എന്ന് ആശ്വസിച്ച് അങ്ങനെ ഇരുന്നു. ഭരണങ്ങാനത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കുഴിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുഴിയപ്പമാണ് കേട്ടോ കഴിച്ചത്. കുഴിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഴിയപ്പമാണ് കഴിച്ചത്. ഞങ്ങൾ പുറത്തു നിന്ന് തന്നെയാണ് കഴിച്ചത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു.
ചായ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ചെന്ന് കുഴിയപ്പമൊക്കെ കഴിച്ച് ഇതാ ക്യാൻറ്റീനിലോട്ട് നടക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഞാനൊരു കോഫിയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പുറകെ തന്നെ അമ്മയും ചേട്ടനും എൻ്റെ ബ്രദറും ഒക്കെ കോഫി തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ മാത്രം ചായ പറഞ്ഞു. അപ്പം ഞാൻ ഈ ക്രോയ്സാൻ്റെ അവിടെ ഇരിക്കണം കണ്ടപ്പോൾ എനിക്ക് ഒരിഷ്ടം തോന്നി, അങ്ങനെ എടുത്താണ് കേട്ടോ ഇത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചോക്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായിട്ടോ. ക്രോയ്സാൻറ്റും കഴിച്ചു. അമ്മ ഒരു പത്തിരിയാണ് മേടിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പള്ളിയിൽ പോയത്. പിന്നെ പള്ളിയിൽ കയറി കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ പള്ളിയുടെ ഉള്ളിലാണ് അൽഫോൻസാമ്മയെ അടക്കിയിരിക്കുന്ന സ്ഥലം, പള്ളിയുടെ ഉള്ളിലാണ് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈം ഒന്നല്ല കേട്ടോ, ഇതിന് മുൻപ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അല്ല, വർഷത്തിലൊരിക്കലൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് അൽഫോൻസാമ്മനെ അടക്കം ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. ഇവിടെ അല്ലാതെ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിൽ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ മിക്കപ്പോഴും. അത് ആർപ്പൂക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാഴ സിനിമ ഇട്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. അപ്പം എൻ്റെ അമ്മയുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ വന്നത്. പട്ടുമലയിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല തണുപ്പും പാറക്കെട്ടുകളും തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും ഒക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഇവിടെ നടക്കാനൊക്കെ. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. ഫുഡ് ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ, മീൻ വറുത്തുണ്ടായിരുന്നു, പിന്നെ എരിവിറച്ചി, പിന്നെന്താണ് മാങ്ങ അച്ചാർ, ക്യാബേജ് തോരൻ, ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനെ എനിക്ക് വാരിത്തരികയും ചെയ്തു. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രം ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക. പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നത്. ഇതാണ് പള്ളി. നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്, നല്ല രസമില്ലേ കാണാൻ. ഈ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് എന്നാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. പുറമേ കാണുന്ന ഭംഗി തന്നെയാണ് കേട്ടോ അകത്തുള്ള, നല്ല രസമാണ് കയറിയാലും. അതുപോലെ ഈ പള്ളിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും ഫാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫാൻ ഇല്ലാത്തത് പോലും നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. കാരണം അത്ര അതിനകത്ത് നല്ല കാറ്റാണ്, നല്ല തണുത്ത് നല്ല കുളിരുള്ള ഒരു സുഖമുള്ളൊരു കാറ്റാണ് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ. നല്ലൊരു മനസ്സിനൊരു സമാധാനം, അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് കുറേ സമയം ശാന്തമായിട്ടിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും. പള്ളിയുടെ ഉള്ളിൽ കയറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷേ നോ ഫോട്ടോഗ്രാഫി ഇൻസൈഡ് ചർച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഫോൺ ബാഗിൽ വെച്ചിട്ടാണ് കയറിയത്. കുറേ സമയം അതിനകത്ത് ഇരുന്നു ഞാൻ. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലാണ് കാണാൻ. ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം. അത് കഴിഞ്ഞ് പള്ളിയുടെ സൈഡിലോട്ട് ചെന്നപ്പോൾ ഒരു ഗ്രോട്ടോ ഉണ്ട്. അവിടെ കയറി പ്രാർത്ഥിച്ചു. ഈ സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. താഴെ ഒരു കുരിശ്, പിന്നെ മുകളിലാണ് മാതാവ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ കയറി അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാം, നേർച്ചയിടാം. പിന്നെ അത് അവിടെ നിയോഗങ്ങളൊക്കെ എഴുതി ഒരു മാല പോലെ ആക്കിയിട്ട് ഇട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനകൾ, നിയോഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് അവിടെ മാതാവിന് സമർപ്പിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഞാൻ ഇറങ്ങുന്നത്. ഈ ഗ്രോട്ടോ പുറമേ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു ഗുഹ, അതിൻ്റെ ഉള്ളിലൊരു കുരിശ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് മാതാവിൻ്റെ ഗ്രോട്ടോ ഒക്കെ ഇരിക്കുന്നത് കാണുന്നത്. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്ര ഫേമസ് ആയിട്ട് ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമായതൊക്കെ. പിന്നെ ഈ സ്ഥലം ഇപ്പോൾ നിങ്ങൾ കാണുകയല്ലേ, എത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ വരാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത. ഈ ചെടി ഞാൻ നമ്മുടെ ഇവിടെ, അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയും ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ല. നോക്കിയേ,
തണുത്ത പ്രദേശമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അവിടെ എല്ലാവരും വന്ന് നിന്ന് ആ ചെടി, ആ ഒരു ഫ്ലവർ, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു, അപ്പയും അമ്മയും ഞാനും ഒക്കെ കൂടെ. ഈ പള്ളിയുടെ ഫ്രണ്ടിലും പിന്നെ ഈ പച്ചപ്പും എന്താ പറയുക, തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ പ്ലേസ് ഇഷ്ടമായോ, നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും പുറപ്പെടാൻ പോവുകയാണ്. തേനിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതായത് വേളാങ്കണ്ണിയിലോട്ട് പോകുന്ന വഴിയാണല്ലോ തേനി, അതുകൊണ്ട് നമ്മളവിടെ കയറുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വേളാങ്കണ്ണി പോകുന്ന ആൾക്കാരൊക്കെ തേനിയിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പാസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് പോണ വഴിക്കൊക്കെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കൊതി തീരുന്നില്ലായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഒരു 2 മണിക്കൂറാണ് കേട്ടോ അവിടെ സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തേനി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോഴത്തേക്കും തേനി എത്തി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കടയിൽ, ഒരു ഷോപ്പിൽ കയറി ചായ കുടിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വൈൻ, ജ്യൂസ്, ഗ്രേപ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു മുളക് ബജിയാണ് കേട്ടോ കഴിച്ചത്. എന്നിട്ടൊരു കോഫിയും മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ തേനിയിൽ പോയി മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് എല്ലാം പഴുത്ത് നിൽക്കുന്ന മുന്തിരികളാണ് കേട്ടോ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ട് ഡോണ്ട് പ്ലക്ക് ദ ഗ്രേപ്സ്, ഫൈൻ 500 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കൊടുക്കണമെന്ന്. അപ്പോൾ അത് നോക്കാനായിട്ട് അവിടെ ഒരു ഗാർഡിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരോടും ഇങ്ങനെ ഒച്ചയെടുത്ത് ബഹളം വെച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ പറിക്കരുത് പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് തമിഴിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സൈഡ് എല്ലാം നല്ല പഴുത്ത് നല്ല പാകമായിട്ട് കിടക്കുന്ന മുന്തിരികളായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡാണെങ്കിൽ എല്ലാം പച്ചയായിട്ട് കിടക്കുന്നത്. അവിടെ ആരും ഇല്ല, ആ സൈഡിലോട്ട് ആരെയും കയറ്റേ ഇല്ല. ഈ സൈഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അപ്പോൾ ഞാൻ സ്പിൻ ആൻഡ് വിൻ ഗെയിമാണ് കളിച്ചത്. എനിക്കെന്നിട്ട് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ കിട്ടിയത്. കുറച്ച് ലോലിപോപ്പും ഒരു ചോക്ലേറ്റ്സും കൂടെയാണ് കിട്ടിയത്. പിന്നെ സനു കളിച്ച് അവന് എന്താ കിട്ടിയത്, കീ ചെയിനാണ് കിട്ടിയത്. ഇതൊരു പാണ്ടയുടെ ഒരു കീ ചെയിനാണ് കിട്ടിയത്. 40 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റണത്. എന്നിട്ട് പിന്നെ ബസ്സിൻ്റെ അങ്ങോട്ട് കടന്നു. അവിടെ ചെന്നപ്പോൾ അവർ രാത്രിത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത് ബസ്സിലോട്ട് കയറ്റി വെച്ചിട്ട് പിന്നെ ഒരു പെട്രോൾ പമ്പിൽ പോയിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത്. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ പാട്ടും കുത്തൊക്കെ ആയിരുന്നു. എന്നെക്കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു. ഞാൻ പാടിയതാണ് കേട്ടോ എൻ്റെ ഇഷ്ടത്തിന്. എല്ലാവർക്കും ഇഷ്ടമായി. സത്യത്തിൽ ഈ വണ്ടിയിൽ എൻ്റെ ഫാമിലീനെ മാത്രമല്ലാണ്ട് വേറെ ആരും എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്നാലും എല്ലാവരെയായിട്ടും നല്ല കമ്പനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്യരായിട്ടൊന്നും ആരെയും തോന്നിയിട്ടില്ല. ഡാൻസ് കളിക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും എല്ലാം നല്ല കൂളായിട്ട് ഞാൻ ചെയ്തു. ഞാനെന്ന് തന്നെ അല്ല കേട്ടോ, ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ അറിയാവുന്ന ആൾക്കാർ അതെല്ലാം ചെയ്തു. പിന്നെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു. കട്ടൻ ചായ നല്ല ചൂടായിരുന്നു കേട്ടോ. ഞാൻ ഊതി കുടിക്കാൻ നോക്കിയിട്ട് എൻ്റെ ചുണ്ട് പൊള്ളി. അങ്ങനെ ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും വേളാങ്കണ്ണി എത്തി. റൂമിലാണ് കേട്ടോ ഇത്. പക്ഷെ എന്നാലും വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല, കിടന്നുറങ്ങാനും തോന്നിയില്ല. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി. അങ്ങനെ പോയി ഇന്നത്തെ ദിവസങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.